Good evening, students. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ആംബിയേഴ്സ് ലോ വെച്ചിട്ട് ഡിറൈവ് ചെയ്യാണ് ചെയ്തത്. അവസാനം നമ്മൾ ടൊറോയിഡിലേക്ക് എത്തിയിരുന്നു. ടൊറോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യലാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതേപോലെ തന്നെ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന കൺസെപ്റ്റും നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് സൂചിപ്പിച്ചതാണ്, എങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു ടൊറോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു റിംഗ് ഷേപ്ഡ് മെറ്റീരിയലാണ് ആൻഡ് ക്ലോസ്ലി സ്പേസ്ഡ് current carrying coil is wound over this ring. ഇവിടെ നമ്മളൊരു സർക്കുലർ ക്രോസ് സെക്ഷനുള്ള ഒരു ടൊറോയിഡൽ കോയിലാണ് ഇവിടെ കൺസിഡർ ചെയ്തത്. It carrying a current I with inner radius A, യും ഔട്ടർ റേഡിയസ് ബിയുമുള്ള ഒരു റിങ്ങാണ്. ആ റിങ്ങുമ്മ ഒരു കറന്റ് ക്യാരിയിങ് കോയിൽ വളരെ ക്ലോസ്ലി സ്പേസ് ആയിട്ട് വൗണ്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് n will be the total number of turns in the coil. ഇവിടെ നമ്മുടെ ചോദ്യം, നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ആംബിയേഴ്സ് ലോ ഉപയോഗിച്ചുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ നമുക്കറിയാം, ആംബിയേഴ്സ് ലോ ഉപയോഗിക്കണമെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ പറ്റി ഒരു ഏകദേശ ധാരണ നമുക്ക് ഉണ്ടാവണം. എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷനിൽ നിന്നും അതുപോലെ തന്നെ മാഗ്നറ്റിക് കറണ്ട് ക്യാരിയിങ് വയറിൻ്റെ ഡയറക്ഷൻ ഇമാജിൻ ചെയ്തുകൊണ്ടും കറണ്ട് ക്യാരിയിങ് വയർ ഇങ്ങനെ ഒരു റിങ്ങുമ്പോൾ ഇങ്ങനെ വൗണ്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏകദേശം അനുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സർക്കംഫറൻഷ്യൽ ആയിരിക്കും എന്ന് നമുക്ക് ഏകദേശം അനുമാനിക്കാൻ പറ്റും. That means from the experimental fact and also from the symmetry consideration of the toroidal coil, we can conclude that the magnetic field is circumferential inside the toroid. ഇതാണ് നമ്മളുടെ ഒരു കൺക്ലൂഷൻ. നമ്മൾ ഈ പോയിന്റിലെയും ഇവിടത്തെയും, ഈ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റും ഈ പോയിന്റ് ക്യൂ എന്ന് പറയുന്ന പോയിന്റും ഈ പോയിന്റ് ആർ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, പി എന്ന് പറയുന്ന പോയിന്റ് ഔട്ട്സൈഡ് ദ ടൊറോയിഡൽ കോയിലാണ്, ആർ എന്ന് പറയുന്നത് വെൽ ഇൻസൈഡ് ദ ടൊറോയിഡൽ കോയിലാണ്. അതായത് ഈ കോൺസെൻട്രേറ്റ് റിങ്ങിൻ്റെ റേഡിയസ് എക്ക് താഴെയാണ് വരുന്നത്. പിന്നെ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഈ ടൊറോയിഡിലാണ് ഉള്ളത്. നിങ്ങൾക്ക് ഈ മൂന്ന് കേസുകളിലെയും പിയിലെയും ക്യൂയിലെയും ആറിലെയും മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് ആംബിയേഴ്സ് ലോ വെച്ചിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഒരു ഏകദേശ അനുമാനം എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ ഫാക്റ്റിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സർക്കംഫറൻഷ്യൽ ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ സർക്കംഫറൻഷ്യൽ ആണെന്ന അസംഷനിൽ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ആംബിയേഴ്സ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംബേരിയൻ ലൂപ്പ് അതുകൊണ്ട് തന്നെ ഒരു സർക്കിളാണ്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ്, that point may be P or Q or R. ഈ ഫിഗറിൽ ഏത് പോയിന്റും ആവാം. അതായത് ഇൻസൈഡ് ദ ടൊറോയിഡ് ആവാം, ഇവിടെ ആവാം, അല്ലെങ്കിൽ ഇവിടെ ആവാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ടൊറോയിഡ് ആവാം. It is convenient to
it is convenient to imagine an Amberian circle, Amberian loop. Here it is circle. Here it is circle because the magnetic field is circumferential. It is convenient to imagine an Amberian loop passing through that point P. അപ്പോൾ ഇതാണ് നമ്മൾ ടൊറോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണോ കൺസിഡർ ചെയ്യുന്നത് ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആംബേരിയൻ സർക്കിൾ ടൊറോയിഡൽ കേസിൽ ചെയ്യുക. കാരണം ടൊറോയിഡിൽ നമ്മൾ ആ ആംബേരിയൻ സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ കാരണം ഇവിടെ ഒരു സർക്കംഫറൻഷ്യൽ സിമെട്രി, സർക്കംഫറൻഷ്യലാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളത് കൊണ്ടാണ്, സർക്കുലർ സിമെട്രി ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ സോളിനോയിഡിൻ്റെ പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മളൊരു റെക്ടാങ്കുലർ ലൂപ്പാണ് കൺസിഡർ ചെയ്തത്. അത് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ബിഹേവിയറിനനുസരിച്ചാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ ഓരോ പ്രോബ്ലത്തിലെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സിമെട്രിക്ക് അനുസൃതമായിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ആംബേരിയൻ ലൂപ്പ് ചൂസ് ചെയ്യും. സോ നമുക്കിത് 3 കേസായിട്ട് കൺസിഡർ ചെയ്യാം. കേസ് 1, മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ്. ഈ പ്രോബ്ലത്തിൽ പോയിന്റ് പി. സോ നമ്മളുടെ മെത്തേഡ് ഇത് തന്നെയാണ്. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി, ഈ പോയിന്റിലെയാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ ഇത് എ എന്ന് വിചാരിക്കുക, ഇത് ബി. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ യു ക്യാൻ ഇമാജിൻ ആൻ ആംബേരിയൻ ലൂപ്പ്, ആംബേരിയൻ സർക്കിൾ പാസിംഗ് ത്രൂ ദാറ്റ് പോയിന്റ് പി. സോ ഇതിൻ്റെ റേഡിയസ് നിങ്ങൾക്ക് എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് പി, ഇമാജിൻ ആൻ ആംബേരിയൻ സർക്കിൾ passing through that point P of circle of radius S. So just apply Ampere's circular law. Line integral B dot dl is equal to mu naught I enclosed. ഈ കേസിൽ ഈ ആംബേരിയൻ ലൂപ്പ്, ഔട്ട്സൈഡിലുള്ള ആംബേരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ടോട്ടൽ കറണ്ട് എത്രയായിരിക്കും? ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ടൊറോയിഡൽ കോയിലിൽ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. എന്നിട്ട് അതായത് ഒരു വൗണ്ട് കോയിലൊരു വൗണ്ട് കൺസിഡർ ചെയ്യുമ്പോൾ കറണ്ട് ഇങ്ങനെയും ഫ്ലോ ചെയ്യുന്നുണ്ട്, അതായത് ഈ ഡയറക്ഷനിലും ഫ്ലോ ചെയ്യുന്നുണ്ട്. തിരിച്ചടുത്ത ലൂപ്പ് എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് ഈ ആംബേരിയൻ ലൂപ്പിനെ എൻക്ലോസ് ചെയ്ത നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ബി ലൈൻ ഇൻറ്റഗ്രൽ ഡി എൽ ഇസ് ഈക്വൽ ടു 0. സോ ബി ഇസ് ഈക്വൽ ടു, ഇൻ ദിസ് കേസ് ബി into 2 pi s is equal to 0. Here it is magnetic field B is equal to 0 outside the toroidal coil. Line integral B dot dl 0 ആണ്. B എന്ന് പറയുന്ന B dot dl എന്ന് പറയുമ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് 0 ആയതുകൊണ്ടാണ് നമുക്കിവിടെ ടോട്ടൽ കറണ്ട് എൻക്ലോസ് I എൻക്ലോസർ 0 ആയതുകൊണ്ട് B is equal to 0 എന്ന് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. കേസ് 2, be well inside. That means you are considering the point inside the toroid. So this point, ഇത് റേഡിയസ് എ, റേഡിയസ് ബി. ഈ പോയിന്റ് ആണ് ആർ എന്ന് പറയുന്ന പോയിന്റ് എന്ന് വിചാരിക്കാം. ആർ എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ നിങ്ങൾ ഈ ആർ എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആംബേരിയൻ ലൂപ്പ് ഇമാജിൻ ചെയ്യും. അതിൻ്റെ റേഡിയസ് എസ് എന്നെടുക്കുക. സോ ലൈൻ ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഐ എൻക്ലോസ്ഡ്. ഐ എൻക്ലോസ്ഡ് ഈസ് അഗെയിൻ ഈ ആംബേരിയൻ ലൂപ്പ് എടുത്താൽ ഇതിൻ്റെ ഉള്ളിലെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് 0 ആണ്. സോ ബി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ ടൊറോയിഡും ഔട്ട്സൈഡ് ദ ടൊറോയിഡും 0 ആയി. നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇഫ് എസ് ഈസ് ലെസ് ദാൻ എ,
magnetic field B is equal to 0. If S is greater than B, magnetic field is again 0. So what is the magnetic field for the point Q? That means case 3 നിങ്ങൾക്ക് എടുക്കാം. Case 3 B inside the toroid. The point R, point Q. അതായത് here you A less than S less than B ഇങ്ങനൊരു ആംപേരിയൻ ലൂപ്പ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇത് റേഡിയസ് A, ഇത് റേഡിയസ് B, ഇത് റേഡിയസ് S. സോ ഈ പോയിന്റിലെ ആ Q എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ again you can apply line integral B dot dl is equal to mu naught I enclosed. ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് mu naught ക്യാപിറ്റൽ N ഇൻറ്റു I വരും. N നമ്പർ ഓഫ് ടേൺസും ഈ പോയിന്റിൽ കറണ്ട് സീറോ അല്ല നോൺ സീറോ ആണ്. N നമ്പർ ഓഫ് ടേൺസ് ഉള്ള കോയിൽ ആയതുകൊണ്ട് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് mu naught N ഇൻറ്റു ക്യാപിറ്റൽ I എന്ന് നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സർക്കംഫറൻഷ്യലാണ്. ബിയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഡി എല്ലിൻ്റെ ഡയറക്ഷനും അതേ ഡയറക്ഷൻ തന്നെ വരും. സോ ബി ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഡി എൽ ഇസ് ഈക്വൽ ടു mu naught NI എന്ന് എഴുതാം. സോ ബി ഇൻറ്റു 2πs വരും. ടോട്ടൽ ലൈൻ ഇൻറ്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത് ഈ മൊത്തം ലൈനിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സർക്കംഫറൻസ് ആണ് വരിക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു mu naught NI എന്ന് വരും. സോ generally you can write B is equal to mu naught Ni by 2pi s. This is the expression for magnetic field. Cylindrical coordinate system ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് phi cap എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇത് for A less than S less than B and B is equal to 0 for S less than A and B is again 0 for S greater than B. ഇത് ഔട്ട്സൈഡ്, ഇത് ഇൻസൈഡ്, ഇത് ടോറോയിഡിൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇതാണ് നമ്മൾ ടോറോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് ഡിറൈവ് ചെയ്തെടുക്കാനും പറ്റും. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. ജസ്റ്റ് ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ, കമ്പാരിസൺ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സും ആൻഡ് മാഗ്നറ്റോസ്റ്റാറ്റിക്സും ഒന്ന് കമ്പയർ ചെയ്താൽ എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതെന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് പറയാം. മാത്തമാറ്റിക്കൽ ഫോമിൽ വളരെ ലളിതമായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2-3-4 ഇക്വേഷൻസിൽ നമുക്കിത് മുഴുവൻ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ 2 ബ്രാഞ്ചായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് പറയാറുള്ളത്. അവിടെ നമ്മൾ കൊളൂംസ് ലോ പറയാറുണ്ട്. ഇലക്ട്രിക് ഫോഴ്സ് F is equal to Q വെക്റ്റർ E എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ കൊളൂംസ് ലോന് അനലോഗസ് ആയിട്ട് നമ്മൾ പറയാം. മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ മാഗ്നറ്റിക് ഫീൽഡാണ് പറയാറുള്ളത്. അതിന് അനലോഗസ് ആയിട്ട് നമ്മൾ പറയാറുള്ളത് ബയറ്റ്-സാവർട്ട് ലോ ആണ്. ബയറ്റ്-സാവർട്ട് ലോ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാറുള്ളത്. ഇവിടുത്തെ ലോറൻസ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് Q ഇൻറ്റു വെക്റ്റർ V ക്രോസ് വെക്റ്റർ B ആണ്. കറണ്ടിൻ്റെ രീതിയിലും ബയറ്റ്-സാവർട്ട് ലോ ഉപയോഗിച്ചും പല രീതിയിലും നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫോഴ്സിനെ എക്സ്പ്രസ് ചെയ്യാം. ഞാൻ തൽക്കാലം ഇത് മാത്രം എഴുതുന്നത് മാത്രം. പിന്നെ നമ്മൾ വളരെ ലളിതമായിട്ട് പഠിച്ചത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡൈവർജൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡെൽ ഡോട്ട് E is equal to rho by epsilon 0 which is nothing but Gauss's law. നമ്മളതിനെ ഇൻ്റഗ്രൽ ഫോമിൽ എഴുതുകയാണെങ്കിൽ സർഫസ് ഇൻ്റഗ്രൽ E ഡോട്ട് dA is equal to Q enclosed by epsilon 0 എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്.
അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡൈവർജൻസ് പറയുമ്പോൾ ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 എന്നാണ് വിളിക്കാറുള്ളത്. അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം എന്ന് പറയുന്നത് സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എ ഈസ് ഈക്വൽ ടു 0 ഇങ്ങനെ എഴുതാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പഠിച്ചത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേളാണ്. ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അതിനെ നമുക്ക് ഇൻ്റഗ്രൽ ഫോമിൽ എഴുതുകയാണെങ്കിൽ ലൈൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു 0. ഇലക്ട്രിക് ഫീൽഡിൻ്റെ കൺസർവേറ്റീവ് നേച്ചറിനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് വെക്റ്റർ ജെ, ഈ രൂപത്തിലാണ് നമ്മൾ പഠിക്കാറുള്ളത്. ഇത് ആംബിയേഴ്സ് ലോ ആണ്. ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫോം ഡെൽ ക്രോസ് ബി, ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫോം എന്ന് പറയുന്നത് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഐ എൻക്ലോസ്ഡ്. ഇതാണ് ആംബിയേഴ്സ് ലോ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഡൈവർജൻസും കേളും കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സും വരുന്നത്. ഇത് തന്നെയാണ് മാക്സ്വെൽ 1854 ചെയ്തത്. അതായത് മാഗ്നറ്റോസ്റ്റാറ്റിക്സും ഇലക്ട്രോസ്റ്റാറ്റിക്സും കമ്പൈൻ ചെയ്ത് മാഗ്നറ്റോസ്റ്റാറ്റിക്സും ഇലക്ട്രോസ്റ്റാറ്റിക്സും ഒരു ഡിഫറെൻറ്റ് എൻറ്റിറ്റി അല്ല, രണ്ടും ഒരേ നാണയത്തിൻ്റെ തന്നെ രണ്ട് വശങ്ങളാണെന്നും ഇലക്ട്രോസ്റ്റാറ്റിക് ഇതിനെ ഒന്നും കൂടിയും മോഡിഫൈ ചെയ്തുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡൈവർജൻസിനെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡൈവർജൻസിനെയും ഒക്കെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേളും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേളും ഇത് കുറച്ചും കൂടിയും കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് നമ്മൾ അതിനെ കമ്പൈൻ ചെയ്തിട്ട് കുറച്ച് ഇതിൽ മോഡിഫിക്കേഷൻസ്, ചില മോഡിഫിക്കേഷൻസ് വരും. ആ മോഡിഫിക്കേഷൻസും കൂടി ചേർത്തിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന പുതിയൊരു ബ്രാഞ്ച് വളരെ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ മാക്സ്വെൽസിൻ്റെ 4 ഇക്വേഷൻസ് ഉണ്ട്. അതിൽ 2 ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ, ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡൈവർജൻസ്, രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേള്, മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡൈവർജൻസ്, നാലാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേള് എന്നുള്ളതാണ്. കുറച്ച് വേരിയേഷൻസ് വരും, അത് വെച്ചിട്ട് നിങ്ങളത് എക്സ്പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ഇക്വേഷൻസും ടുഗദർ വിത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് മാഗ്നറ്റോസ്റ്റാറ്റിക് ബൗണ്ടറി കണ്ടീഷൻസും ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോഡൈനാമിക്സിലെ ഏത് മാത്തമാറ്റിക്കൽ പ്രോബ്ലവും ഏത് പ്രോബ്ലവും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മാക്സ്വെൽസ് ഇക്വേഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ടോപ്പിക്ക് ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഡൈവർജൻസ് കൃത്യമായി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡൈവർജൻസും കേളും കൃത്യമായി എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത് എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ നമ്മളൊരു കാര്യം കൂടിയും പുതിയൊരു ക്വാണ്ടിറ്റിയും കൂടിയും ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ വിളിക്കുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നാണ്, വിച്ച് ഈസ് നത്തിങ് ബട്ട് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നത്തിങ് ബട്ട് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യലിനെ നമ്മൾ മൈനസ് ഇൻ്റഗ്രൽ സം റെഫറൻസ് പോയിന്റ് ടു ആർ ഇ ഡോട്ട് ഡി ആർ എന്നൊക്കെ ഇ ഡോട്ട് ഡി എൽ എന്നൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എന്താണെന്നും അതൊരു സ്കാലാർ ക്വാണ്ടിറ്റി ആണെന്നും അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്നും അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നും അതിൻ്റെ വർക്കുമായിട്ടുള്ള അതിൻ്റെ റിലേഷൻസ് ഒക്കെ എന്താണെന്നും നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കേള് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ കേള് 0 ആയതുകൊണ്ട് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിനെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു പുതിയ സ്കാലാർ ക്വാണ്ടിറ്റി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, വിച്ച് ഈസ് നത്തിങ് ബട്ട് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നത്തിങ് ബട്ട് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു സ്കാലാർ ക്വാണ്ടിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ അനലോഗസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതുകൊണ്ട് അതേ രൂപത്തിൽ മാഗ്നറ്റിസത്തിൽ അത്തരത്തിലുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നു. മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ അതുപോലെ ഒരു മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ടോ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉള്ള പോലെ തന്നെ ഒരു മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രസക്തമായിട്ട് വരുന്നത്. ആ ചോദ്യത്തിലേക്കാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് ഡിസ്കസ് ചെയ്യുന്നത്. So we are going to define a new quantity which is called the magnetic vector potential. Magnetic vector potential. The magnetic vector potential, it is a vector quantity
it is represented by the symbol vector A. In general, vector A is a function of r and t, position and time. ഇലക്ട്രോമാഗ്നറ്റിസത്തിൽ ഇതിങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഫോർ ദ ടൈം ബീയിങ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആയതുകൊണ്ട് നമ്മൾ എ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ഓൺലിയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇതിൻ്റെ പൊട്ടൻഷ്യലാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ സ്കാലാർ ക്വാണ്ടിറ്റി, ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഹൗ ക്യാൻ യു ഡിഫൈൻ സച്ച് എ ക്വാണ്ടിറ്റി? ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് we know del cross vector E is equal to 0. ഏതെങ്കിലും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ കേൾ 0 ആണെങ്കിൽ ആ വെക്റ്റർ ക്വാണ്ടിറ്റിയെ വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ, വേറെ ഏതെങ്കിലും സ്കാലാർ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാത്തമാറ്റിക്സിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡിനെ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു പുതിയ ക്വാണ്ടിറ്റി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പൊട്ടൻഷ്യൽ ഇൻട്രൊഡ്യൂസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വെക്റ്റർ പ്രോബ്ലത്തിനെ സ്കാലാർ പ്രോബ്ലമായിട്ട് റീകൺസ്ട്രക്ട് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ അതേ രൂപത്തിൽ നമുക്ക് മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ അങ്ങനെ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? അതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് del dot divergence of vector quantity vector B is equal to 0. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ ഡൈവർജൻസ് 0 ആണെങ്കിൽ ഇഫ് ദ ഡൈവർജൻസ് ഓഫ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ഈസ് 0, then such a vector quantity can be represented as a curl of another vector quantity. ഇത് മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെൽ ഡോട്ട് വെക്റ്റർ ബി എന്ന് എഴുതിയാൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എ 0 എന്ന് എഴുതാം. അതായത് ഒരു കേളിൻ്റെ ഡൈവർജൻസ്, ഒരു കേളിൻ്റെ ഡൈവർജൻസ് എന്ന് പറയുന്നത് 0 ആണ്. സോ ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എ 0. അപ്പോൾ നമ്മളൊരു പുതിയ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തു, വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് വെക്റ്റർ എ. ഇതാണ് എ എന്ന് പറയുന്ന വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ. അപ്പോൾ നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ബി ആണെങ്കിൽ എനെ നമ്മൾ വെക്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്തു. The curl of vector potential is the magnetic flux density. So, ഇങ്ങനെ കേളായിട്ട് ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ. വെക്റ്റർ പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യുന്നത് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് വെക്റ്റർ പൊട്ടൻഷ്യൽ, വെക്റ്റർ ഈസ് ഡിഫൈൻഡ് ആസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കേൾ ഓഫ് vector A. It's very important relation. Clear? അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നും കൂടിയും അനലൈസ് ചെയ്യാം. നമുക്ക് ഏത് വെക്റ്റർ ഫീൽഡ് എടുത്താലും ഇലക്ട്രോസ്റ്റാറ്റിക്സ് മാഗ്നറ്റോസ്റ്റാറ്റിക്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏത് വെക്റ്റർ ഫീൽഡ് എടുത്താലും ആ വെക്റ്റർ ഫീൽഡിൻ്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ആ വെക്റ്റർ ഫീൽഡിൻ്റെ ഗ്രേഡിയൻറ്റും ഡൈവർജൻസും എത്രയാണെന്ന് എക്സ്പ്രസ് ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ we know from Ampere's law del cross B is equal to mu naught vector J എന്ന് നമുക്കറിയാം, which is equation number 1. അപ്പോൾ നമുക്ക് B is equal to del cross A എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. So you can write it as del cross vector A is equal to mu naught vector J. ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് എ മൈനസ് ഡെൽ സ്ക്വയർ വെക്റ്റർ എ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് വെക്റ്റർ ജെ എന്ന് എഴുതാം. ഇതാണ് ഒരു ഇക്വേഷൻ.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് ഇക്വേഷൻ നമ്പർ 2. പക്ഷേ നമ്മൾ എ എന്ന് പറയുന്ന വെക്റ്റർ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന വെക്റ്റർ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തു. ആ എ എന്ന് പറയുന്ന വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ കേളാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ കേളിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ ഡൈവർജൻസ് എത്രയാണെന്ന് നമുക്കറിയില്ല. അതായത് ഡെൽ ഡോട്ട് എത്രയാണെന്ന് നമ്മൾ നോട്ട് ഡിഫൈൻഡ്. വി ഹാവ് നോട്ട് ഡിഫൈൻഡ് എനിത്തിങ് അബൌട്ട് ദ ഡൈവർജൻസ് ഓഫ് ദ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡൈവർജൻസ് അറിയുമെങ്കിലാണ് ഈ ഇക്വേഷൻ കൃത്യമായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡൈവർജൻസ് എത്ര വരാം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മളിവിടെ ഒരു മാത്തമാറ്റിക്സിൻ്റെ ഒരു ചെറിയ ലിബർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ വെക്റ്റർ ക്വാണ്ടിറ്റി എ എന്ന് പറയുന്ന വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ ഡൈവർജൻസ് 0 ആക്കുന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എ എന്ന് പറയുന്ന വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ ഗ്രേഡിയന്റ് ഡൈവർജൻസ് കേൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡൈവർജൻസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഇല്ല. സോ യു ക്യാൻ ചൂസ് എ പർട്ടിക്കുലർ വാല്യൂ, ആ പർട്ടിക്കുലർ വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു 0. ആ രീതിയിൽ നമ്മൾ അതിനെ ചൂസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഇക്വേഷൻ അല്ലേ ഡെൽ ഡോട്ട് എ 0 ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ലളിതമായിട്ട് ഡെൽ സ്ക്വയർ എ ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ നോട്ട് വെക്റ്റർ ജെ എന്ന് എത്തി. ക്ലിയർ? സപ്പോസ് del dot A is equal to 0, this equation is reduces to an equation which is similar to Poisson's equation. Poisson's equation എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. del square V is equal to minus rho by epsilon 0. Poisson's equation സോൾവ് ചെയ്യേണ്ട മാത്തമാറ്റിക്കൽ ടെക്നിക്കുകളൊക്കെ പലരും പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പോയിസൺസ് ഇക്വേഷൻ, ലാപ്ലേസസ് ഇക്വേഷൻ ഒക്കെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ്. പോയിസൺസ് ഇക്വേഷന് ഇക്വലൻ്റ് ആയിട്ടത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇക്വേഷനാണ്. പോയിസൺസ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് വരുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റിയാണ്. നിങ്ങൾ ഈ ഇക്വേഷനെയും ഈ ഇക്വേഷനെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. വി എന്ന് പറയുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാഗ്നറ്റിസത്തിൽ വരുന്നത് മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലാണ്. വി എന്ന് പറയുന്നത് സ്കാലാർ പൊട്ടൻഷ്യൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാഗ്നറ്റിസത്തിൽ വരുന്നത് വെക്ടർ പൊട്ടൻഷ്യലാണ്. ഇവിടെ റോയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ചാർജ് ആണെങ്കിൽ മാഗ്നറ്റിസത്തിൽ വരിക കറണ്ട് ഡെൻസിറ്റിയാണ്. ഇവിടെ ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ ഇവിടെ കറണ്ട് ഡെൻസിറ്റി. സോ ഈ ഇക്വേഷൻസ് ഓൾമോസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സിന് അനലോഗസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാണെങ്കിൽ ഡെൽ ഡോട്ട് എ 0 ആണെങ്കിൽ. പക്ഷെ ഡെൽ ഡോട്ട് എ എത്രയാണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടില്ല, നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലിബർട്ടിയാണ്. നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു ലിബർട്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്തപ്പോൾ മൈനസ് ഇൻറ്റഗ്രൽ സം റെഫറൻസ് പോയിന്റ് ടു ആർ ഇ ഡോട്ട് ഡി എൽ എന്നാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ ഡിഫൈൻ ചെയ്യുക. ഈ റെഫറൻസ് പോയിന്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റും, പ്രോബ്ലത്തിനനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ഉപയോഗിച്ച ലിബർട്ടി എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇ ഈസ് ഈക്വൽ ടു മൈനസ് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യലാണ്. ഞാൻ വി എന്ന് പറയുന്ന പൊട്ടൻഷ്യലിനെ പുതിയൊരു പൊട്ടൻഷ്യലാക്കി മാറ്റി. വി പ്രൈം എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യലാണ്. വേറെ റെഫറൻസ് പോയിന്റ് എടുത്തപ്പോൾ എനിക്ക് വിക്ക് പകരം വി പ്രൈം വന്നു. വി പ്രൈം ഈസ് നത്തിങ് ബട്ട് വി ഈസ് നത്തിങ് ബട്ട് വി പ്രൈം പ്ലസ് ഫൈ ഈസ് എ കോൺസ്റ്റന്റ്. സോ മൈനസ് ഡെൽ വിക്ക് പകരം മൈനസ് ഡെൽ വി പ്രൈം പ്ലസ് ഫൈ എന്ന് എഴുതിയാൽ ഇറ്റ് ഈസ് ഓൾസോ മൈനസ് ഡെൽ വി പ്രൈം പ്ലസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് ഡെൽ വി പ്രൈം. അപ്പോൾ വി എടുത്താലും നമ്മൾ വി എടുത്താലും വി പ്രൈം എടുത്താലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. നമ്മൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എത്രയാണെന്ന് ഡിഫൈൻ ചെയ്യലാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് റെഫറൻസ് പോയിന്റ് മാറിയത് കൊണ്ട് നമ്മൾ വി എന്ന് പറയുന്ന പൊട്ടൻഷ്യലിൻ്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്തുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന് വ്യത്യാസം വരുന്നില്ല. ഇതേ ഒരു ആർഗ്യുമെന്റ് നിങ്ങൾ മാഗ്നറ്റിസത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് ജി ആണ്. ഡെൽ ബി ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് വെക്റ്റർ എ ആണ്. നമ്മളുടെ ഇപ്പോഴത്തെ വെക്റ്റർ എന്ന് പറയുന്നത് എ ആണെന്ന് വിചാരിച്ചോ. ആ എയിൽ നിന്ന് ഞാൻ പുതിയൊരു വെക്ടറാക്കി എ പ്രൈം ആക്കി മാറ്റി.
A prime is nothing but A plus gradient of another scalar. This is a scalar quantity, gradient of another scalar. So del cross A prime is equal to del cross A plus del cross del cross A prime is equal to del cross vector A plus del cross del lambda, which is 0. So again del cross A prime del cross A യും സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അതായത് ബി സെയിം ആണ്. നിങ്ങൾ എ എന്ന് പറയുന്ന വെക്ടറിന് പകരം എ പ്രൈം എടുത്താലും നിങ്ങൾക്ക് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ the new potential A or A prime can be written as A plus del lambda എന്ന് ചൂസ് ചെയ്യാം. So you can choose del dot vector A prime is equal to del dot vector A plus del dot del lambda. So del dot A is equal plus del square lambda എന്ന് നമുക്ക് കിട്ടി. Suppose if you choose vector A prime is equal to A plus del lambda such that del dot A prime is equal to 0, that is ഇത് 0 എന്നർത്ഥം. അതായത് del dot vector A is equal to minus del square lambda എന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ കയ്യിലുള്ള വെക്ടർ ഡെൽ ഡോട്ട്, അതായത് വെക്ടറിന്റെ ഗ്രേഡിയന്റ് ഡൈവർജൻസ് ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയുടെ ഗ്രേഡിയന്റ് നമ്മളുടെ ആക്ച്വൽ വെക്ടർ പൊട്ടൻഷ്യലിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ പുതിയ വെക്ടർ പൊട്ടൻഷ്യലിന്റെ ഡൈവർജൻസ് 0 ആക്കി മാറ്റി. അപ്പോൾ നമുക്ക് പുതിയ വെക്ടർ പൊട്ടൻഷ്യലിന്റെ